നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കേ, തന്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞേ. പാസ്ബുക്ക് അതിലുണ്ടല്ലോ, എടുത്ത് നോക്ക്. ഓ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലേ? ആ ഇല്ല, ശരി പറഞ്ഞുതരാം. തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ. എന്റെ സർട്ടിഫിക്കറ്റിൽ ഇല്ലേ അത്? സർട്ടിഫിക്കറ്റില് ഡേറ്റ് മാത്രമേ ഉള്ളത്, ടൈം പ്ലേസ് ഒക്കെ പറയുന്നേ. എന്തിനാ? എന്റെ ജാതകം നോക്കാനാ? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു ചോദിച്ചതാ. 19/9/1999 കൊച്ചിൻ 7:30 AM. ഹലോ, എന്താ? ഒന്നുമില്ല. ഓക്കെ, അപ്പോ തന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. തനിക്കുള്ള സാലറി അക്കൗണ്ടിലേക്ക് വന്നോളും. എന്താ തന്റെ ഫയൽ? എന്നാ പിന്നെ പൊക്കോ. കഴിഞ്ഞോ? അതെ. വേറൊന്നുമില്ലേ? അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. ശരി, ഓക്കെ. ഓക്കെ, ബൈ. പിന്നെ ആ ചെയിൻ ഉണ്ടല്ലോ. ചെയിനോ? ഏത് ചെയിൻ? എനിക്കൊന്നും അറിയില്ല. ഓക്കെ, എന്റെ തന്നെയാ. ശ്രദ്ധിക്കണ്ടേ, ഇതൊന്നും മിസ്സാക്കരുത്. ഓക്കെ, വലിയ ഉപകാരം. അയ്യോ, എന്താടാ നന്ദ, അനിമേറ്റർ ആയിരിക്കേണ്ട നീ അക്കൗണ്ടന്റ് ആയിരിക്കുന്നതിന്റെ കാരണമേ ആ പോയ പെണ്ണ് തന്നെയാ. അതും പോരാഞ്ഞിട്ട് അവളുടെ മാല പണയവും വെച്ചിരിക്കുക. നമുക്കാകെയുള്ള 15,000 രൂപ സാലറിയും കിട്ടി എപ്പ ചെയിൻ എടുത്ത് അവൾക്ക് കൊടുക്കും? സാർ, ഇത് അനിമേഷൻ കമ്പനിയാ. സുന്ദരികളായ പെൺകുട്ടികൾ വരെയും പോവുകയും ചെയ്യും. അതുകൊണ്ട് അക്കൗണ്ട്സിൽ നിന്ന് ശ്രദ്ധ മാറരുത്. മാസം മാസം പിടുത്തമില്ലാതെ 15,000 വാങ്ങുന്നല്ലേ, അത് കളഞ്ഞേക്കല്ലേ. ശരി സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. സൂക്ഷിച്ച് മെല്ലെ സൂക്ഷിച്ച്. കിച്ചൺ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്ക. അകത്തേക്ക് കൊണ്ടുവാ. സൂക്ഷിച്ച്. എന്താ ഇതൊക്കെ? ഇന്ന് നീ നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിയാ? എന്തൊക്കെയാ ഇറക്കുന്നത്? മനസ്സിലായില്ലേ? AC, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്തിനാന്ന്? നീ ജോലി കഴിഞ്ഞ് വയ്യാതെ വന്നതല്ലേ, എല്ലാ കാര്യം ഇവിടെ വെച്ച് സംസാരിക്കണോ? ആദ്യം പോയി സ്ട്രോങ് ആയിട്ട് ഒരു കാപ്പി കൂടി. അതെ, ഇവൻ ആരെങ്കിലും ഒരു കാപ്പി എടുത്തു കൊടുത്തേ. നീ അകത്തോട്ട് ചെല്ല്. നിങ്ങൾ ഇറക്കാൻ നോക്ക്. ഒന്ന് വേഗം വാ പിടിക്ക്. അതെ, നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ ഇതെല്ലാം. താഴെ വിടാതെ നോക്കിക്കോണം. സൂക്ഷിച്ചു കൊണ്ടുവാ. അമ്മേ, ചേച്ചി, എന്താ ശരിക്കും കൊണ്ടുവരുന്നുണ്ട്. റൂം ക്ലീൻ ചെയ്യണം. അയ്യോ ചേച്ചി. ചേട്ടാ, നമ്മുടെ വീട്ടില് പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നു. എനിക്ക് മനസ്സിലായി. പോടമുട്ടതല്ലേ. അമ്മയെങ്കിലും ഒന്ന് പറയും എന്താ ഇവിടെ നടക്കുന്നു? എനിക്ക് എങ്ങനെ അറിയൂടാ? ഇതെല്ലാം അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? നീ പോയി അച്ഛനോട് ചോദിക്കേ. നിർമ്മലേ, എവിടെ വെക്കേണ്ടത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക. അപ്പുറത്തേക്ക് സൂക്ഷിച്ച്. ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. ഈ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇറക്കി വെക്കുന്നതിനാ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം നമ്മുടെ വീട്ടിൽ ഇറക്കാം. അയലോകത്ത് കൊണ്ട് ഇറക്കാൻ പറ്റുമോ? എന്ത് ചോദ്യം? അതൊക്കെ മനസ്സിലായി, പക്ഷെ നമുക്ക് ഇതിന്റെ ആവശ്യം എന്താ? മോനെ, നിനക്കിപ്പോ നല്ലൊരു ജോലിയുണ്ട്, കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. റൂമിലൊരു AC ഇല്ലെങ്കിൽ അതിന്റെ കുറവിറക്കാം. അതുകൊണ്ടാണ് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി നിനക്ക് 1.5 ടണ്ണിന്റെ AC. അച്ഛന്റെ റൂമിൽ വെറും 2 ടണ്ണിന്റെ AC-യാ. എല്ലാം ഇറക്കി വെച്ചല്ലോ അല്ലേ? 2 ടണ്ണോ? അച്ഛാ, മോനെ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനാ നീ. നിന്റെ വീട്ടിൽ AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? അതുകൊണ്ടാ അച്ഛൻ എല്ലാം പ്ലാൻ ചെയ്ത് EMI വാങ്ങിയേ. അച്ഛൻ ഇതിന്റെയൊക്കെ കണക്ക് കൂട്ടി നോക്കിയോ? കണക്ക് കൂട്ടിയൊന്നോ? പക്ക എല്ലാം കൂട്ടി തന്നെയാ. മാസം EMI ജസ്റ്റ് 60,000 റുപ്പീസേ ഉള്ളൂ. 25,000 രൂപ അമ്മയ്ക്ക് വീട്ടു ചെലവിന് കൊടുത്താൽ പോലും 15,000 രൂപ ഈസി ആയിട്ട് ബാക്കിയുണ്ടാവും. അതിൽ നിന്ന് കഷ്ടപ്പെട്ട 500 രൂപ ചെലവാക്കിയാൽ പോലും നിനക്ക് 30 ദിവസം വരും. ജോലിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതല്ലടാ. മോനെ, ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചാ വന്നിരിക്കുന്നത്. ഈ കാപ്പി കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. അച്ഛന് ഒരുപാട് ജോലി ഉള്ളതാ. ആ 65 ഇഞ്ചിന്റെ TV ഇറക്കിയോ? അതിന് സൺലിസ്റ്റ് കാണാൻ സൂപ്പർ ആയിരിക്കും. മോനെ, സൂക്ഷിച്ച്. കഥയോട് മുട്ടാൻ നോക്കണേ. സൺനെക്സ്റ്റ് ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ ഈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അച്ഛന്റെ സണ്ണിനടുത്തായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുമെന്നാ തോന്നുന്നു എനിക്ക്.
അയ്യോ, അച്ഛൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നൊരു പിടിയില്ല. അയ്യോ, അച്ഛനാണെങ്കിൽ 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കി 15,000 രൂപ എനിക്ക് തരാന്നാ പറഞ്ഞേ. എന്റെ ശമ്പളം ആകെ 15,000 രൂപയല്ലേ. അക്കൗണ്ടന്റ് ജോലി, ഇതൊക്കെ ഞാൻ ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇതൊക്കെ ഇവള് കാരണ. ഒരേ ഒരു തവണ കണ്ടപ്പോ തന്നെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേ നോക്കി. നീയാണ് എന്റെ ലക്കി ചാം. അതുകൊണ്ട് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും. എല്ലാം ഇവള് കാരണ. ഇവളെന്ന് ഇവളെ ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ട ജോലിയായിരുന്നു അത്. ഇവളെപ്പോലെ ഒരുത്തിയെ പോയാണല്ലോ ഞാൻ ലക്കി ചാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ ഓഫീസിന്റെ അടുത്തേക്ക് പോലും ഞാൻ പോവില്ല. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ. ഛേ, വരൂ കാശ്മീര, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങളുടെ അഘോര പൂജ പാഴായില്ല. വരൂ കാശ്മീര, നീ വരുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ അഘോര പൂജ പാഴായില്ല. പറയൂ, ആ 7ാമത്തെ ആത്മാവ് എവിടെയാ ഉള്ളത്? ആ ആത്മാവുള്ളിടം കാണിക്ക്. തിടുക്കം കാണിക്കാതെ ഭൂതകി. ഇവിടുന്ന് 800 മൈൽ ദൂരത്തിൽ വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ കൊച്ചി എന്ന മഹാനഗരത്തിലാണ് ആ ആത്മാവ് ഇപ്പോഴുള്ളത്. കൊച്ചിയിലാണോ ഉള്ളത്? അതേ ഭൂതകി. അവിടെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലത്താണ് ആ ആത്മാവുള്ളത്. ചെകുത്താന്മാരുടെ രാജ്യം വരാതിരിക്കാൻ ആ ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തെയാണ് നിങ്ങൾ കൊല്ലേണ്ടത്. എന്നാൽ അതത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല ഭൂതകി. അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശം വിട്ട് ആത്മാവ് പുറത്തേക്ക് വരണം. അപ്പോഴേ നിങ്ങൾക്കതിനെ കൊല്ലാൻ സാധിക്കൂ. അതുമാത്രമല്ല, ഈ കൃത്യം നിർവഹിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നേടിയെടുക്കണം. എന്തത്? പറയൂ കാശ്മീര. ആയുധം. ആയുധമോ? ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള ആയുധത്തെ നിങ്ങൾ കണ്ടെത്തണം. എവിടെയുള്ളത്? ദൈവശക്തികൾ നടമാടുന്ന കാശിയിലെ സമാധി അടഞ്ഞ ഒരു മഹാസിദ്ധന്റെ നട്ടെല്ലാണ് ആ ആയുധം.